ഹായ് ഗായ്സ്. അപ്പോൾ ഒത്തിരി നാളത്തെ ശേഷം ഞാനൊരു ചെറിയൊരു സ്നാക്സ് ഉണ്ടാക്കാൻ പോവാം. വേറൊന്നുമല്ല, പിള്ളേർക്കെല്ലാം സ്കൂൾ തുറന്നു. അപ്പം അവർക്കെല്ലാം ചെറിയൊരു സ്നാക്സ് എല്ലാവർക്കും സുപരിചിതമായിരിക്കാം. എന്തായാലും ഞാൻ ഒന്ന് ട്രൈ ചെയ്യാൻ പോവാം. അപ്പോൾ അതിന് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് ഒരു സവാള വേണം, പിന്നെ ഇച്ചിരി മല്ലിയില വേണം, കുറച്ച് കറിവേപ്പില, പിന്നെ പച്ചമുളക്. അത് നിങ്ങളുടെ എരിവിന് ആവശ്യമായ പച്ചമുളക്. ഓക്കെ. പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനം കേട്ടോ, നിങ്ങളുടെ ആളുടെ എണ്ണം അനുസരിച്ച് 2-3 മുട്ട പുഴുങ്ങിയതാണേ. പിന്നെ ആവശ്യമുള്ളത് നമുക്ക് 3 സ്ലൈസ് ബ്രെഡ്. ഓക്കെ. പിന്നെ നമുക്ക് ചേർക്കുമ്പോൾ ഞാൻ ഓരോ ഐറ്റംസ് പറഞ്ഞുതരാം. നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഈ ബ്രെഡ് ഒന്ന് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെക്കണം. പക്ഷെ ഒത്തിരി തന്നെ കുതിർത്ത് പോയാൽ അതാകെ കുഴഞ്ഞാകെ പായസം പോലെ ഒരു കുറച്ച് വെള്ളം ഒഴിക്കുക. ജസ്റ്റ് ഒന്ന് രണ്ട് കൈയോട് പ്രസ് ചെയ്ത് അമർത്തി വെള്ളം മുഴുവൻ കളയുക. അപ്പൊ നമുക്ക് അത് ചെയ്തിട്ട് വരാം. ഞാൻ കുറച്ച് പച്ചവെള്ളം എടുത്തിട്ട്, ചൂടുവെള്ളമൊന്നും വേണ്ട, നോർമലി വെള്ളം. അപ്പൊ അതിൽ ഞാൻ കുറച്ച് ബ്രെഡിന്റെ എല്ലാ വശത്തേക്കും ഒഴിക്കുവാണേ. ഇത്രയും മതിയാവും. ബ്രെഡ് ജസ്റ്റ് ഒന്ന് നമുക്ക് നനഞ്ഞു കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഇതിങ്ങനെ എടുത്തിട്ട് 2 കൈ കൊണ്ട് പ്രസ് ചെയ്യാം. കണ്ടോ, നമുക്ക് കുഴക്കാനുള്ളതാണ്. അപ്പം ഇത്തിരി വെള്ളം ബ്രെഡ് ഒന്ന് നനഞ്ഞു കിട്ടണം. നമുക്ക് അതിനു വേണ്ടിയാണ് ഈ പ്രോസസ്സ് ചെയ്യുന്നത്. കണ്ടോ, ആ വെള്ളം മുഴുവൻ ഊറ്റിക്കളഞ്ഞു. ഇത്രയും മതി. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. കേട്ടോ, വെള്ളം മുഴുവൻ നമ്മൾ അത് മാറ്റി വെച്ചു. ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് 2 മുട്ട നമുക്ക് ഗ്രേറ്റ് ചേർക്കാം. അപ്പൊ ഗൈസ്, അപ്പൊ മുട്ട മുഴുവൻ ഞാൻ ഇങ്ങനെ എത്ര മാക്സിമം പൊടിക്കാവോ നമുക്ക് അത്ര മാക്സിമം പൊടിച്ചു. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില, പച്ചമുളക്, വേപ്പില, സവാള, പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്, അത് നമ്മുടെ എരിവിന് ആവശ്യം അനുസരിച്ച്, കുട്ടികളുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഇത് കുറയ്ക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇത് 1 സ്പൂൺ ഇടുന്നുള്ളൂ. പിന്നെ നമുക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി ചാറ്റ് മസാല, അത് 2 സ്പൂണ്. ഓക്കെ. ഇനി നമുക്ക് വേണ്ടത് നല്ല ജീരകത്തിന്റെ പൊടി. അപ്പൊ ഞാൻ അത് വളരെ കുറച്ച് ചേർക്കുവാണ്. പിന്നെ നമുക്ക് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് കളറിന് ആവശ്യമായി പച്ചമുളക് ഇട്ടു, ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കളറിന് ആവശ്യമായി മാത്രം കുറച്ച് മുളക് പൊടി. പിന്നെ നമുക്ക് വളരെ കുറച്ച് മാത്രം മല്ലിപ്പൊടി, വളരെ കുറച്ച് മതി. ഓക്കെ. ഇനി നമുക്ക് മെയിൻ ആയിട്ട് സാധനം ചേർക്കാം. നമ്മൾ ചേർത്തില്ല. അപ്പോൾ നമ്മളിതിൽ ഉപ്പ് ചേർക്കാം. ഉപ്പ് നമ്മള് ഓക്കെ ഉപ്പ് ചേർത്തു. ഇനി നമുക്ക് നന്നായിട്ട് കുഴക്കണം. പിന്നെ ഇതില് ഒരു സാധനം കൂടി നമുക്ക് ചേർക്കണം, കോൺഫ്ലവർ പൊടി. ഓക്കെ. അപ്പൊ ഞാൻ 2 സ്പൂൺ കോൺഫ്ലവർ പൊടി എടുക്കുവാണ്. അപ്പൊ നിങ്ങൾ ബ്രെഡ് എത്രയാണ് എടുത്തത് അതനുസരിച്ച് നമുക്കൊരു കട്ട്ലേറ്റിന് ഷേപ്പ് ആയി കിട്ടണം. അപ്പൊ അത്രയും തന്നെ കോൺഫ്ലവർ പൊടി ചേർക്കാം. വെള്ളം നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ബ്രെഡ് ഓൾറെഡി നനച്ചതുകൊണ്ട്. അപ്പൊ ഇനി നമ്മളിത് കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ കുഴയ്ക്കുക. അപ്പൊ ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം. കാരണം ബ്രെഡിൽ ഓൾറെഡി നമ്മൾ ഉപ്പുണ്ട്. അപ്പോൾ നന്നായിട്ട് കുഴയ്ക്കുക. കേട്ടോ, അത് കുഴച്ചു. കേട്ടോ, ഈ പരുവമായല്ലോ. ഇനി നമ്മൾ കയ്യിൽ കുറച്ച് ഓയിൽ പരട്ടിയിട്ട് ഏത് ഷേപ്പിൽ വേണമെങ്കിലും
കുട്ടികളുടെ ഇഷ്ടത്തിന് നമുക്ക് വറുത്ത് കോരി എടുക്കാം. അപ്പോൾ ഗൈസ് അപ്പൊ നമ്മുടെ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിന് ആവശ്യമുള്ളത് ഇത്തിരി റസ്ക് പൊടി വേണം, പിന്നെ ഒരു മുട്ട നന്നായിട്ട് അടിച്ചെടുക്കാം. ഓക്കെ, അപ്പൊ നമുക്കിനി ഫ്രൈ ചെയ്യാൻ എടുക്കാം. അപ്പോൾ ഗൈസ് അപ്പൊ ഞാൻ കുറച്ച് എണ്ണ കൈ തടവാണ്. അപ്പോൾ നമുക്ക് അതിന് മുന്നായിട്ട് നമുക്ക് ഗ്യാസ് കത്തിച്ച് നമുക്ക് എണ്ണ ഹീറ്റ് ചെയ്യാൻ വെക്കാം. ചട്ടി ചൂടാവട്ടെ. നമുക്ക് ആ സമയം കൊണ്ട് ഓരോ ഇത് നമുക്ക് ഓരോ കട്ട്ലേറ്റ് ഷേപ്പ് ആക്കി എടുക്കാം. കയ്യിൽ കുറച്ച് എണ്ണ തടവാം, കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. കൈ നന്നായിട്ട് കണ്ടോ വേണ്ടത് ആ ഷേപ്പിൽ നമുക്ക് എല്ലാം ആക്കിയെടുക്കാം. അപ്പോ നമ്മള് വെച്ച എണ്ണ നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. അപ്പൊ ഇത് ആ 2 ബ്രെഡിൽ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഓരോന്നും ഈ ബ്രെഡ് ക്രംസിൽ മുക്കി ഈ മുട്ടയിൽ ഡീപ്പ് ചെയ്തിട്ട് നമുക്കിത് പൊരിച്ച. ഓക്കെ, ഇതിപ്പോ മുട്ട വേണമെന്നില്ല. മുട്ട ഇഷ്ടമില്ലാത്തവർക്ക് മൈദ മാവ് വെള്ളം ഉണ്ടാക്കിയിട്ടോ ഇല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടോ നമുക്കിത് ഇങ്ങനെ പൊരിച്ചെടുക്കാം. ഓക്കെ, നമുക്കിത് ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കാം. കേട്ടോ, എണ്ണ നന്നായിട്ട് ചൂടാവണം. അപ്പൊ നമുക്കിത് ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ഗൈസ് അപ്പൊ നമ്മള് ഫ്രൈ ചെയ്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ള കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് മക്കൾക്ക് കൊടുക്കാം. അപ്പോൾ മക്കൾക്ക് സേഫ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ പുറത്തുനിന്ന് നമ്മൾ ബേക്കറി ഐറ്റംസ് മേടിച്ച് മക്കളെ വയറ് ചീത്താക്കണ്ട. അപ്പൊ ഇതുപോലെ ഉണ്ടാക്കി മക്കള് ഹാപ്പി ആവും. വീട്ടിൽ അപ്പൊ എപ്പോഴും മീഡിയം ഹീറ്റിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പൊ അടുത്ത